all, welcome to Naya's Kitchen. I am going to show Raffaello Cake recipe. That is Almond Coconut flavor cake. We have Rafaello Candy flavor cake. That's the recipe. I am going to show you. Violet cake. Recipe try it. Recipe ingredients. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം തന്നെ ഒരു 1/4 കപ്പ് മൈദ, അതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റിയിട്ടുള്ള ഒരു മൈദയാണ് കേട്ടോ. അതായത് 1 ടേബിൾ സ്പൂൺ ലെസ് ദാൻ 1/4 കപ്പ്. അതാണ് ഈ മൈദയുടെ അളവ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ തേങ്ങയുടെ തൊലി കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലെ പൊടിക്കോ അല്ലെങ്കിൽ ചിരകിയിട്ട് തേങ്ങയുടെ ബ്ലാക്ക് കളർ പാർട്ട് മാറ്റിയിട്ട് ഫ്രൈ പാനിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അടുത്തത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ. പിന്നെ 2 ടേബിൾ സ്പൂൺ ബദാം നന്നായിട്ട് പൊടിച്ചതാണിത്. റോസ്റ്റ് ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് വെറുതെ പൊടിച്ചു വെച്ചിട്ടുള്ളതാണ്, തിന്നായിട്ട് ഫൈനായി പൊടിച്ചെടുത്തത്. ഇനി അടുത്തതായിട്ട് 2 ടീസ്പൂൺ വാനില എസൻസ് വേണം, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ വേണം, ഒരു 1/4 കപ്പ് പാല് വേണം, 1/4 കപ്പ് പാല്. പിന്നെ നമ്മൾ 2 ടേബിൾ സ്പൂൺ ഓയിലാണ് യൂസ് ചെയ്യണത്. ഇനി അടുത്തതായിട്ട് വേണ്ടത് 4 മുട്ട വേണം. പിന്നെ അതുകൂടാതെ ഒരു 1/4 കപ്പ് ഷുഗറും കൂടി വേണം. അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് വേണ്ടത്. അപ്പൊ ഇനി നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിലേക്ക് നമ്മൾ മൈദയിലേക്ക് നമ്മുടെ കോൺഫ്ലവറും, നമ്മൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്ത് വെച്ചതും, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 ടേബിൾ സ്പൂൺ ബദാം പൊടിച്ച പൗഡർ, അത് പിന്നെ ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഞാൻ അളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും കൂടി നമ്മുടെ ഈ മൈദയുടെ മിക്സിലേക്ക് ഇടാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഞാൻ ഈ സമയത്ത് മിക്സ് ചെയ്യണില്ല. 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അളവ് പറഞ്ഞതും ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് സ്പൂണോടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ അരിപ്പയിലൊന്ന് ഇടഞ്ഞെടുക്കണം. ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരിപ്പയിലൊന്ന് അടഞ്ഞെടുക്കുക. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഈ സമയത്ത് ചേർക്കണ്ട. അപ്പം ഇതിൽ കോൺഫ്ലവർ ഉണ്ട്, മൈദയുണ്ട്, ബദാമിൻ്റെ പൗഡർ ഉണ്ട്, ബേക്കിംഗ് പൗഡർ ഉണ്ട്. അടുത്തതായിട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 4 എഗ് യോക്ക്, 4 മുട്ട പറഞ്ഞില്ലേ, അതിൻ്റെ വൈറ്റും യോക്കും ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എഗ് യോക്കിൻ്റെ കൂടെ 2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചിട്ട് അത് മാറ്റിയെടുക്കാം. ഇനി നമുക്ക് എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ എഗ് വൈറ്റ് ഇട്ട പാത്രത്തിൽ ഒരഴുക്കും പാടില്ല. ഞാൻ വാനില സ്പോഞ്ചിൽ പറഞ്ഞ പോലെ തന്നെ ഒരഴുക്കോ ഒരു എണ്ണയോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. എഗ് യോക്കിന്റെ ഒരു അംശം പോലും എഗ് വൈറ്റിൽ വീഴാനും പാടില്ല. എന്നാലേ നന്നായിട്ട് ഇത് പൊന്തി കിട്ടുള്ളൂ. നമുക്കിത് ജസ്റ്റ് ആദ്യം തന്നെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇത് ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വാനില സ്പോഞ്ചിൽ കാണിച്ച പോലെ തന്നെ ഒരു 1/4 കപ്പ് നല്ല തിളച്ച ചൂടുള്ള ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഉടനെ ബീറ്റ് ചെയ്യാം. എഗ് വൈറ്റ് നന്നായിട്ട് പൊന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്. ഇപ്പൊ എഗ് വൈറ്റ് വേറെ ഒന്നും പഞ്ചസാര ഒന്നും ചേർക്കാതെ തന്നെ പെട്ടെന്ന് ഇത് കുറച്ച് പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അളവ് പറഞ്ഞ 1/4 കപ്പ് പഞ്ചസാര കുറേശ്ശായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ എഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ബീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിക്ക് പീക്സ്, നല്ല സ്റ്റിഫ് പീക്സ് ഫോം ചെയ്യണം. ഇത് നമ്മുടെ തലയുടെ മുകളിലേക്ക് കമഴ്ത്തി കഴിഞ്ഞാൽ ഈ മുട്ട ഒട്ടും താഴെ വീഴരുത്. അതാണ് ഇതിന്റെ ഒരു പാകം. നമ്മൾ എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, പഞ്ചസാര ചേർത്തിട്ട്. ഇനി നമുക്ക് എഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എഗ് യോക്ക് അത് കുറേശ്ശെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. എപ്പോഴും എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്താലും യോക്ക് ബീറ്റ് ചെയ്താലും മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്യുമ്പോഴൊക്കെ ഹൈ സ്പീഡിൽ വേണം എഗ്ഗ് ബീറ്റ് ചെയ്യാൻ. ഇപ്പം നമ്മൾ ആ എഗ് യോക്കും വൈറ്റും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു എഗ് യോക്കിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവണ വരെ ബീറ്റ് ചെയ്യുക. ഈ കൺസിസ്റ്റൻസിയിലേക്ക് കിട്ടും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, മൈദ, കോൺഫ്ലവർ, നമ്മുടെ ബദാമിൻ്റെ പൗഡർ, ബേക്കിംഗ് പൗഡർ, ഇത് കുറേശ്ശെയായിട്ട് നമ്മുടെ ഒരു സീവിലേക്ക് ഇട്ടിട്ട്, ഇത് ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു കുറേശ്ശെയായിട്ട് ഒരു സീവിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ഈ എഗ്ഗിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ട് ആൻഡ് ഫോൾഡ് വഴി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ ചെയ്യണം, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കട്ട് ആൻഡ് ഫോൾഡ് വഴി ബീറ്റ് ചെയ്താലും നമ്മുടെ ഈ എഗ്ഗിൻ്റെ കൺസിസ്റ്റൻസി ഒന്നും താഴെ പോവാതെ തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ആ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ എഗ്ഗിൻ്റെ മിക്സിലേക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നമ്മൾ അളവ് പറഞ്ഞ 1/4 കപ്പ് പാല് നമ്മൾ ആ മുട്ട തന്നെ ബീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് തന്നെയാണ് ഞാൻ ഒഴിക്കണം. 1/4 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒരു പാത്രത്തിൽ മിക്സ് ചെയ്യും.
അപ്പോൾ നമ്മൾ ഈ പാലും ഓയിലും കൂടി ഈ പാത്രത്തിൽ മിക്സ് ചെയ്തതിലേക്ക് നമ്മുടെ ബാറ്റർ കുറച്ചെടുത്ത് ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററിലേക്ക് ചേർക്കാം. കാരണം ഇത് ഡയറക്റ്റ് ചേർത്താൽ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വിട്ട് കിടക്കും. അപ്പം ഇങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി യൂണിഫോം ആയിട്ട് നമ്മുടെ ബാറ്റർ നമ്മുടെ ഓയിലും പാലും ഒക്കെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പാലും മുട്ട എല്ലാം നമ്മുടെ റൂം ടെമ്പറേച്ചറിലായിരിക്കണം കേട്ടോ. ഒന്നും തണുപ്പുണ്ടാവാൻ പാടില്ല, എന്നാൽ മാത്രമേ സ്പോഞ്ച് നന്നായിട്ട് വരുള്ളൂ. അപ്പം നിങ്ങൾ ഈ റെസിപ്പി നോക്കി ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് സ്പോഞ്ച് ശരിയായില്ല എന്ന് നിങ്ങൾ പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയണത്. എല്ലാം റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഇനി നമ്മൾ ഈ മിക്സ് ചെയ്തത് നമ്മുടെ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് നേരത്തെ പോലെ തന്നെ കട്ട് ആൻഡ് ഫോൾഡ് വഴി ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്ത് ഇതുവരെ നമ്മൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടില്ല കേട്ടോ, ലാസ്റ്റാണ് ചേർക്കണം. അപ്പം ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. നിങ്ങളെല്ലാവരും ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങണ പോലത്തെ പെർഫെക്റ്റ് റഫലോ കേക്ക് കിട്ടും. ഇതാണ് ഞാൻ സെയിൽ ചെയ്യണ 1 kg റഫലോ കേക്കിൻ്റെ റെസിപ്പി. അപ്പം നമ്മൾ നമ്മുടെ ഓയിലും പാലും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്ത് വെച്ചില്ലേ, അത് കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഡ്രൈ ഇൻഗ്രീഡിയൻറ്റിൻ്റെ കൂടെ മിക്സ് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മളിത് സീവ് ചെയ്യുന്ന സമയത്ത് ഇത് സീവിൽ തന്നെ വന്ന് കിടക്കും. പിന്നെ അത് മാത്രമല്ല ഇത് യൂണിഫോം ആയിട്ട് എല്ലായിടത്തും വരില്ല, കാരണം ഇത് ചെറിയൊരു തരി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ഇത് എല്ലായിടത്തും ഒരേപോലെ വന്ന് കിടക്കും. പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴും ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ സാധാരണ അത്രയും ഓയിൽ ഉപയോഗിക്കരുത്. ഇതിൽ തേങ്ങയുടെയൊക്കെ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ പോലെ ഓയിൽ ചെയ്താൽ ഈ കേക്കിൻ്റെ ടെക്സ്ചർ നന്നാവില്ല. എന്ന് മാത്രമല്ല കേക്ക് ഒരുമാതിരി ഓയിലി ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിൽ ഓയിൽ കുറവെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിപ്പോൾ ബാറ്റർ ശരിയായിട്ടാണ് നമുക്കിനി ഇത് ബേക്ക് ചെയ്യാം. അപ്പം നമ്മളിനി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു ബേക്ക് ടിന്നിലേക്ക് നമ്മുടെ നമ്മുടെ ബാറ്റർ മാറ്റിയിട്ട്, ഇതിപ്പോൾ 9 ഇഞ്ച് പാൻ ആയതുകൊണ്ടാണ് ഈ മൊത്തം ബാറ്റർ ഞാൻ ഒഴിക്കുന്നത്. അത്യാവശ്യം നല്ല വലിയ പാനാണ്. നിങ്ങളൊരു 7 ഇഞ്ചിലോ 8 ഇഞ്ചിലേക്കാണ് ബേക്ക് ചെയ്യണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ പകുതിയായിട്ട് ബാറ്റർ ഒഴിച്ചിട്ട് വേണം ബേക്ക് ചെയ്യാൻ. കാരണം ഇത് ഒരുമിച്ചൊരു 3/4 കൂടുതൽ ബാറ്റർ വന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ നേരം ബേക്കും ചെയ്യണം. നമ്മുടെ സ്പോഞ്ച് നടുപൊന്തി പിന്നെ ഹാർഡായി പോകും. അപ്പോൾ എപ്പോഴും ബേക്ക് ചെയ്യുമ്പോൾ നന്നായിട്ട് വരാൻ കുറച്ച് സമയം ബേക്ക് ചെയ്യുക, കുറച്ച് ക്വാണ്ടിറ്റി ബേക്ക് ചെയ്യുക എന്നുള്ളതാണ് നല്ലത്. കണ്ടു ഇപ്പോൾ ഇത് 9 ഇഞ്ച് പാനുമാണ്, നല്ല ഹൈറ്റ് ഉള്ളതുകൊണ്ട് ഇത് ഹാഫ് ഇതിൽ കൂടി കൂടുതൽ നമ്മുടെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ ബേക്ക് ചെയ്യണത്. ഇനി ഇത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എയർ ഹോൾസ് ഒക്കെ പോവും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ഇത് ബേക്ക് ചെയ്യുകയാണ്. ഒരു 30 മിനിറ്റ്സ് വേണ്ടി വരില്ല, ഒരു 25 മിനിറ്റ്സ് ആകുമ്പോഴേക്കും ഓവൻ കേക്ക് ബേക്ക് ആയത് കിട്ടും. നിങ്ങളുടെ ഇതിപ്പോൾ ഞാൻ കുക്കിംഗ് റേഞ്ച് ആയതുകൊണ്ടാണ് 180 എടുക്കണം. നിങ്ങൾ ചെറിയ OTG ആണെന്നുണ്ടെങ്കിൽ 170 മതിയാവുമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് നിങ്ങളുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം. ഇനി നമുക്ക് ബേക്ക് ചെയ്തിട്ട് ഐസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് കേക്ക് വെയിറ്റ് ചെയ്യുന്നത് ഷുഗർ സിറപ്പ് കൊണ്ടല്ല. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് കോക്കനട്ട് മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാല്, നമ്മുടെ സാധാരണ പാലും കൂടി 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ച്, അതായത് ഒരു 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ മധുരത്തിനനുസരിച്ച് 3 ടേബിൾ സ്പൂൺ മുതൽ 1/4 കപ്പ് വരെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്തിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന്റെ മധുരം അനുസരിച്ച് നിങ്ങൾ ചെയ്യുക. 1/4 കപ്പൊക്കെ ആകുമ്പോഴേക്കും മതിയാവും. ഒരുപാട് മധുരം വേണ്ട, കാരണം കേക്കിന് ആവശ്യത്തിനുള്ളൊരു മധുരം ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടി ആകുമ്പോൾ ഒരു മട്ടിപ്പ് ടേസ്റ്റ് ആയിപ്പോൾ. അപ്പോൾ ഇത് ഈ മിക്സ് വെച്ചിട്ടാണ് നമ്മൾ വെറ്റ് ചെയ്യണത്. കാരണം ഇതൊരു തേങ്ങാപ്പാലിൻ്റെ ഒരു ഫ്ലേവർ ഉള്ള കേക്കാണ്, ഒരു ബദാമിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ള കേക്കാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ വെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ വിപ്പിംഗ് ക്രീമിലേക്ക് 2 ടേബിൾ സ്പൂൺ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം എങ്ങനെയാണ് ബീറ്റ് ചെയ്യണത്, അതിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്നൊക്കെ ഞാൻ ഡാൽഗോണ കേക്കിൻ്റെ റെസിപ്പിയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെന്നെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ച് വെറുതെ നിങ്ങളെ ബോറടിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. ഇതാ ഇങ്ങനെ നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഒരുപാട് നല്ല ഫ്ലേവർ വന്നോട്ടെ എന്ന് ഓർത്ത് ഒരുപാട് ചേർക്കണ്ട. എന്താണെന്ന് വെച്ചാൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചെറിയൊരു ഓയിലി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഒരുപാട് ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു മടുപ്പായി പോകും. അപ്പോൾ എല്ലാത്തിൻ്റെ ഒരു ബാലൻസ് ടേസ്റ്റും കേക്ക് കഴിക്കാനും ഒരു ആസ്വദിച്ച് കഴിക്കാനും പറ്റണ്ടേ. ഞാൻ അങ്ങനെ ഒരു മെഷറാണ് ഇപ്പോൾ എല്ലാം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ചേർക്കുമ്പോൾ തന്നെ ഇതിലൊരു കോക്കനട്ടിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. നമ്മൾ ഇപ്പോൾ നമ്മുടെ ബാറ്ററിൽ തന്നെ 2 ടേബിൾ സ്പൂൺ കോക്കനട്ടിൻ്റെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ടുള്ളൂ. പക്ഷേ ആ കേക്ക് ടേസ്റ്റ് ചെയ്താൽ നിങ്ങൾ ഉണ്ടാക്കി ബേക്ക് ചെയ്ത് കഴിച്ചാൽ അറിയാൻ പറ്റും, അതിൽ ശരിക്കും കോക്കനട്ടിൻ്റെ ആ ടേസ്റ്റ് ഉണ്ടാവും, അത് കടിക്കാൻ ശരിക്കും കിട്ടും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ തന്നെ ധാരാളം മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസ് ചെയ്യാം.
അപ്പോൾ കേക്ക് ഐസ് ചെയ്യാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ മിക്സിൻ്റെ കൂടെ ഞാൻ കുറച്ച് ആൽമണ്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കേക്ക് എങ്ങനെ ഫ്രോസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കേക്കിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച പാലിൻ്റെയും കോക്കനട്ട് മിൽക്കിൻ്റെയും മിക്സ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തേക്കും ഒരുപോലെ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം, നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ഒരു ബോട്ടിലിൻ്റെ മൂടി ഉണ്ടല്ലോ, അതിലിങ്ങനെ ഹോൾസ് ഇട്ടാൽ ഇതുപോലെ തന്നെയുള്ള എഫക്റ്റ് കിട്ടും കേട്ടോ. എനിക്ക് ബ്രഷ് വെച്ചിട്ട് വെറ്റ് ചെയ്യണേക്കാളും കേക്ക് ഇങ്ങനെ വെറ്റ് ചെയ്യണതായിട്ടാണ് നന്നായിട്ട് തോന്നാം. കേക്ക് നന്നായിട്ട് കുതിർന്ന് വരും. നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ ഫില്ലിങ്, നമ്മൾ ആ വിപ്പിംഗ് ക്രീമിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചൊരു ഫില്ലിംഗ് ഉണ്ടല്ലോ, ആ ഫില്ലിങ് ഈ ലെയറിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് പതുക്കെ നന്നായിട്ട് പരത്തി കൊടുക്കാം. ഇപ്പം നമ്മൾ നമ്മുടെ കേക്കിന് എല്ലാ ലെയറും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐസ് ചെയ്തിട്ട് ഞാനൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ വെച്ചിട്ടുണ്ടായി. അതിനുശേഷം പുറത്തെടുത്തതാണ്. എന്നിട്ട് നമ്മുടെ സാധാരണ വിപ്പിംഗ് ക്രീം, ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്നും ചേർക്കാത്ത വിപ്പിംഗ് ക്രീമിന് ഒരു ലൈറ്റ് ഗ്രീൻ കളർ കൊടുത്തിട്ട്, ഇത് നിങ്ങൾക്ക് വൈറ്റ് ക്രീമിൽ തന്നെ ഐസ് ചെയ്യാം കേട്ടോ. യൂഷ്വലി കാണുന്നത് വൈറ്റ് കളറിലാണ് റഫേലോ കേക്ക്. അപ്പം ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടി വീഡിയോക്ക് ഒരു ലുക്കിന് വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ചൊരു ഗ്രീനിഷ് കളർ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ ഐസ് ചെയ്യാണ്. അപ്പോൾ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഏതെങ്കിലും ഒരു നോസിലിടുക, നോസിലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം നിറച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഐസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു നോസിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈവൻ തിക്നെസ്സിൽ നമ്മുടെ കേക്കിൽ ക്രീം കിട്ടും. അപ്പം നമുക്ക് ഐസ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനേക്കാൾ വീതിയുള്ളതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. എൻ്റെ വീതിയുള്ള നോസിലില്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ബാസ്ക്കറ്റ് വീവിൻ്റെ നോസിലാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. ഇതില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ പൈപ്പിംഗ് ബാഗിൽ വെറുതെ ഒരു ഹോൾ ഇട്ടാൽ മതി. ഞാൻ ഡാൽഗോണ കേക്കിൽ കാണിച്ച പോലെ വെറുതെ ഒരു ഹോൾ ഇട്ടിട്ട് ഒരു ഈവൻ തിക്നെസ്സിൽ പ്രഷർ കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് ഐസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് ആദ്യം ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ എല്ലാ സ്ഥലവും പൈപ്പിംഗ് ബാഗ് വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ഒന്ന് സ്പാറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം ആദ്യം തന്നെ. അപ്പോൾ ഇങ്ങനെ പരത്തുന്ന സമയത്ത് വരുന്ന ഇടയിൽ വരുന്ന ഗ്യാപ്പൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ പൈപ്പിംഗ് ബാഗിൽ ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇത് ആദ്യമായിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാം. ഞാൻ ഈ ഷാർപ്പ് എഡ്ജിൻ്റെ വീഡിയോ പറഞ്ഞ് ഇടാം കേട്ടോ. ഇടാമെന്ന് നിങ്ങളോട് പറഞ്ഞു, പക്ഷേ ഇടാനായിട്ട് നേരം കിട്ടാത്തത് കൊണ്ടാണ്. അപ്പം അതിൽ ഞാൻ പക്ക എല്ലാ ടിപ്സും കാണിച്ചു തരാം, നിങ്ങൾക്ക് കേക്ക് എങ്ങനെയാണ് ഫിനിഷ് ചെയ്തെടുക്കണേ എന്നുള്ള കാര്യം. ഒരു ചെറിയ പ്രഷറാണ് കേട്ടോ കൊടുക്കാൻ പാടുള്ളൂ. നടുക്കെന്ന് ഇങ്ങനെ കറക്കി കൊടുത്താൽ ഇത് ഏകദേശം ഇങ്ങനെ ഈവനായിട്ട് വരും. ഇനി ഫിനിഷ് ചെയ്യണ സമയത്ത് നമുക്ക് ബാക്കിയുള്ള പണി ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഈ സ്പാറ്റുല വെച്ചിട്ട് ആദ്യം തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ ഇത് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുക്കാം. എന്നിട്ട് ബാക്കി നമുക്ക് നമ്മുടെ സ്ക്രേപ്പർ വെച്ചിട്ട് ബാക്കി ഫിനിഷിങ് ചെയ്യാം. ഇപ്പം നമ്മൾ ജസ്റ്റ് സ്ക്രേപ്പർ വെച്ച് സ്പാറ്റിൽ വെച്ച് ഇതൊന്ന് ഫിനിഷ് ചെയ്ത സമയത്ത് വന്ന ഗ്യാപ്പുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആദ്യം തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ആ സ്ഥലമൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അതുപോലെ ആദ്യം ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ ആ ഹോൾസിൻ്റെ സ്ഥലത്തൊക്കെ ഇതൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടാണ്. ഇനി നമുക്ക് സൈഡിൽ നിന്ന് ആദ്യം ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ക്രീമൊക്കെ ഉണ്ടെങ്കിൽ ഇതിങ്ങനെ പുറത്തേക്ക് പോരും. അതുപോലെ ഗ്യാപ്സ് ഉണ്ടെങ്കിലും ഇത് കാണാൻ പറ്റും. അപ്പം ഞാൻ നമ്മുടെ കേക്കിനെ ഒരുവിധം ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ ഹോൾസ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് ഇത് ഫിനിഷ് ചെയ്യണോണ്ട് പിന്നെ പ്രശ്നമില്ല. അതുകൊണ്ടാണ് ഞാൻ കുറേ സമയം കളയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേക്കാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഒരുവിധം എല്ലാ ഭാഗത്തും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഫിനിഷ് ചെയ്യാൻ പോകുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ടാണ്. അപ്പോൾ അതിന് ആവശ്യമുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ട് നമ്മൾ എടുത്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഇത് യൂഷ്വലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക വൈറ്റ് കളറിലായിരിക്കും, പക്ഷെ ഞാനിപ്പോൾ അത് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഏത് കളറിലും ചെയ്യും. ഇപ്പം നമ്മൾ തീം കേക്കൊക്കെ സെല് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് പുറത്തിട്ട് ഫിനിഷ് ചെയ്യൂല. എന്നിട്ട് തീമിനനുസരിച്ചിട്ടുള്ള കളർ വെച്ചിട്ടാണ് ഞങ്ങൾ കേക്കിൻ്റെ കളർ ഫിക്സ് ചെയ്യുന്നത്. അപ്പം അതുപോലെ ഞാനൊരു വ്യത്യാസത്തിന് വേണ്ടിയിട്ട്, ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് ഈ കളർ കൊടുത്തുന്നേ ഉള്ളൂ. ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഇട്ട് കൊടുക്കാം. സൈഡിലും ഒക്കെ ഇങ്ങനെ 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 ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ നമ്മുടെ കേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിന് ഡെക്കറേറ്റ് ചെയ്യാൻ പോണത് നമ്മുടെ റഫെല്ലോ കാൻഡീസ് വെച്ചിട്ടാണ്. അത് ഏകദേശം സെൻറ്ററിലായിട്ട് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഏകദേശം ഞാനിപ്പോൾ സെൻറ്ററിലാണ് ഡെക്കറേറ്റ് ചെയ്യണത്. ഏകദേശം സെൻറ്ററിലായിട്ട് 4 കാൻഡീസ് വെച്ചു. ഇപ്പം ഞാൻ സെൻറ്ററിൽ റഫെല്ലോ കാൻഡീസ് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സ്ലൈസ് ചെയ്ത് റോസ്റ്റ് ചെയ്തിട്ടുള്ള ബദാമാണ്
അത് നമ്മൾ ഈ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് യൂഷ്വലി ഒരു റഫലോ കേക്കിൻ്റെ ഡിസൈൻ വരുന്നത്. അത് വൈറ്റ് കളറിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കളറിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പം ഞാൻ കേക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. റഫലോയുടെ കാൻഡിയും ബദാമും പിന്നെ നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ടും വെച്ചിട്ടാണ് കേക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെ ഫിനിഷ് ചെയ്യണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്, നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിന് വീഡിയോക്ക് വേണ്ടി ചെയ്തൊരു കേക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാം. ഈ കേക്ക് എന്ന് പറഞ്ഞാൽ റഫാലോ കാൻഡിയുടെ അതേ ടേസ്റ്റുള്ള ഒരു കേക്കാണ്. നിങ്ങൾ നല്ല വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഒരു കേക്കാണ്. അപ്പം എല്ലാവരും ഈ വീഡിയോ കണ്ട് റെസിപ്പി ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ ഒപ്പം ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. നമുക്ക് വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.